ഹലോ ഗായ്സ്, ഇറ്റ്സ് മെൻഷൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രെക്കി ടോക്കീസ്. സോ ഗൈസ്, നമ്മൾ മൈൻഡ് ക്രാഫ്റ്റ് സീരീസിൻ്റെ 19th എപ്പിസോഡായിട്ട് വന്നിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ എൻജാനിങ് സെറ്റപ്പും അതുപോലെ തന്നെ നെതർ പോർട്ടൽ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോവുകയാണ്. സോ ഗൈസ്, പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ വീഡിയോസൊക്കെ എന്ന് വെച്ചാൽ ഈ ഒരാഴ്ചയായിട്ട് നമ്മൾ കുറച്ച് വൈകിയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതിനെല്ലാവരോടൊരു സോറി, ബിക്കോസ് എൻ്റെ എക്സാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരാഴ്ചയും പിന്നെ നെക്സ്റ്റ് വീക്കും നമുക്ക് എന്തായാലും അങ്ങനെ ചെറുതായിട്ട് ടൈമിൽ ഡിഫറൻസൊക്കെ വരും. സോ അതെല്ലാവരും ക്ഷമിക്കാം, കുറച്ച് വൈകിട്ടാണ് പെടുന്നത് ബിക്കോസ് എക്സാമാണ്. സോ ഗൈസ്, നമ്മളെന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ഗൈസ് ഇവിടെ എന്തോ ഒരു ട്രാപ്പ് ഡോറിൻ്റെ കുറവുണ്ട് തോന്നുന്നു. പിന്നെ ഈ പാരറ്റ്സിനൊക്കെ അകത്തോട്ട് വരണം, നമ്മൾ കയറ്റിയിട്ടില്ല. യെസ് ഗൈസ്, ഇവിടെ ട്രാപ്പ് ഡോർ ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് തുറന്നിരിക്കുകയായിരുന്നു, നമ്മൾ ശ്രദ്ധിച്ചില്ല. സോ നമുക്ക് നേരെ അകത്തോട്ട് ഒരു കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യണം. ശരിക്കും നമ്മൾ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ നിന്നത് വേറൊരു ഫാം ആയിരുന്നു, ബട്ട് നമുക്കതിന് വേണ്ടിയുള്ളൊരു നമുക്ക് നെതർ കോഡ്സ് ഇല്ല. സോ അതുകൊണ്ടാണ് നമുക്ക് നെതറിലും പോകണം. സോ അതാണ് നമ്മൾ ആദ്യം ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു പാത്ത് ഇട്ട് തന്നെ ഗൈസ് നമ്മൾ ഈ ഒരു ഫാമിലോട്ട് വരാനാണ്. നമ്മളിവിടെ ഒരു സ്പെഷ്യൽ ഫാം സെറ്റ് ചെയ്യുന്നുണ്ട്, ഫാം ഒരു ബിൽഡൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. സോ അങ്ങോട്ടുള്ളൊരു പാത്താണിത്. അത് ചെയ്യാൻ നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒബ്സർവർ വേണം നമുക്ക് ചെയ്യണമെങ്കിൽ. സോ ഇനി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ഈ ഡോർ ഡാർക്ക് ആക്കണമെന്ന് താല്പര്യമുണ്ട് ഗൈസ്. പിന്നെ ഡാർക്ക് ഓക്ക് ഫോറസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, അത് വേറെ കാര്യം. സോ ഗൈസ്, പിന്നെ ഞാനിവിടെ ചെറുതായിട്ടൊരു മാപ്പ് വാള് പോലത്തെ ഒരു ചെറിയ സംഭവം ചെയ്യാണ് നമ്മുടെ ഈ വീടിൻ്റെയൊക്കെ ഒരു ഇത് വെച്ചിട്ട്. സോ ഗൈസ്, ഇത് നോർമൽ മാപ്സ് ആണ്, ലൊക്കേറ്റഡ് മാപ്പ് അല്ല. അത് ഇങ്ങനെ എക്സാക്റ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പം ആകെ നമുക്ക് ഈ മാപ്പിൽ കാണുന്ന ഫാമും അതിന് വീടനെ ആയിട്ടുള്ളൂ. സോ ഇനി ഇന്ന് നമുക്ക് ചെറിയൊരു സംഭവം വരും. നമ്മുടെ നെതർ പോർട്ടൽ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. എനിക്കതൊരു വെള്ളത്തിൻ്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്യുന്ന ടൈപ്പ്, മറ്റേ ഒരിതുമ്പോൾ നിൽക്കുന്ന ടൈപ്പ് സംഭവം ഞാൻ കാണിച്ചു തരാം. സോ അങ്ങനത്തെ ഒരു ബിൽഡിൽ നിന്ന് എന്തായാലും വരും. പിന്നെ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഒരു ഫാമിൻ്റെ ബിൽഡ് അതും വരുന്നതായിരിക്കും. അങ്ങനെയൊക്കെ എല്ലാം വരും. സോ ഇപ്പം ഞാൻ 2 മാപ്പൊക്കെ ഇങ്ങനെ വെറുതെ നടക്കാനൊക്കെ ഇറങ്ങിയതാണ്. സോ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, ഞാൻ നേരെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ നേരെ എൻജാനിങ്ങിൻ്റെ ഇതിൻ്റെയൊക്കെ കാര്യത്തിലോട്ട് കിടക്കുകയാണ്. സോ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഇറ്റ്. സോ ഗൈസ്, പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ കുറച്ച് സംഭവങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ മൈനിങ്ങിന് വന്നതായിരുന്നു. സോ ഗൈസ്, നമുക്ക് അങ്ങനെ ഡയമണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓൾറെഡി ഇവിടെ 4 ഡയമണ്ട് ഉണ്ട്. സോ ഇനി നമുക്ക് ഡയമണ്ടൊക്കെ വേണം. സോ അത് നമ്മൾ ഈ ഒരു ഏരിയയിൽ മാത്രം ലൈറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഗൈസ്, എനിക്കൊന്ന് 8 ഡയമണ്ട് ഉണ്ടെന്നാണ്. ഈ ഗൈസ് നമുക്ക് 8 ഡയമണ്ട് കിട്ടി. പിന്നെ അതിൻ്റെ മുകളിൽ റെഡ് സ്റ്റോൺ എല്ലാം ഉണ്ട്. റെഡ് സ്റ്റോൺ പിന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് ഉണ്ടാണ്ട് വലിയ സീനൊന്നുമില്ല. ഇപ്പോൾ 12 ഡയമണ്ട് ആയി ഗൈസ് നമ്മുടെ കയ്യിൽ. പിന്നെ ബേസിലും കുറച്ച് ഇരിപ്പുണ്ട്. സോ ഇപ്പം ഞാൻ മൈനിങ്ങിന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യത്തിന് നമുക്ക് ഒരുപാട് ഡയമണ്ട് വേണം. ഹാഫ് എ സ്റ്റാക്ക് ഡയമണ്ടൊക്കെ വേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ ഡയമണ്ട് മൈനിങ്ങിന് വന്നതായിരുന്നു. കുറച്ച് കൂടുതൽ ഡയമണ്ട് കിട്ടിയിട്ട് ഞാൻ വരത്തുള്ളൂ. സോ ഗൈസ്, പിന്നെ ഇന്നിപ്പോൾ മൈനിങ്ങിന് വന്നിട്ട് ഭയങ്കര ലക്കാണ്. പോകുന്ന ഒരുപാട് ഡയമണ്ട്സ് നമ്മൾ കണ്ടെത്തി ഗൈസ്. ഇത് പോന്നിട്ട് ഇപ്പുറത്തത് വേറെ ഡയമണ്ട്, ബട്ട് ഇവിടെ കുറച്ച് ഡയമണ്ടേ ഉള്ളൂ. പിന്നെ ഗൈസ് അവിടെ എന്തോ കേവ് സിസ്റ്റം പോലെയൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഇപ്പം അങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ല. സോ ഗൈസ്, നമ്മൾ മൈനിങ് ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് വേറെ സംഭവം കാണിച്ചു തരാൻ തോന്നിയത്. നമ്മൾ ഫാം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കിൽ വലിയൊരു കേവ് സിസ്റ്റം കണ്ടുപിടിച്ചു. അതിൻ്റെ എൻട്രൻസ് മാത്രം ചെറുതായിട്ടൊന്ന് ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഗൈസ് എന്തായാലും ഒരു സൈഡിലോട്ട് മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ ഗൈസ്. 2 സൈഡിലോട്ടുണ്ട് ഈ ഒരു കേവ്. സോ നമ്മൾ 2 സൈഡും ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് പോയാൽ ഡേഞ്ചർ ആയിരിക്കും. സോ ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സൈഡിലോട്ട് പോകണം. പിന്നെ ഗൈസ് നമ്മൾ എൻജാനിങ് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഗൈസ് 42 ലെവൽസ് ആയിട്ടുണ്ട്. എങ്ങാനും എവിടെയെങ്കിലും പോയി മരിച്ചാൽ എല്ലാം തീരും. സോ ഈ ഒരു ലെവൽസൊക്കെ ഒന്ന് ചിലവാക്കിയിട്ട് മരിച്ചാൽ കുഴപ്പമില്ലല്ലോ ഗൈസ്. അതുകൊണ്ട് ഞാൻ എൻജാനിങ് സെറ്റപ്പൊക്കെ ഇപ്പോൾ തന്നെ ചെയ്യുന്നത്.
സോ ഗൈസ് ഞാനിവിടെ ചെറിയൊരു മതിൽ പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഈ ഒരു അകത്തോട്ട് പോവാണ്. പിന്നെ ഗൈസ് ഈ ജംഗിളത്തെ കേവ് ആയതുകൊണ്ടോന്ന് ഗൈസ് അകത്തൊക്കെ ഒരുപാട് വൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഗൈസ് നമ്മുടെ കോബിൾ സ്റ്റോൺ തീർന്ന്. സോ നമുക്ക് 2-3 കോബിൾ സ്റ്റോൺ എല്ലാം എടുത്തിട്ടുണ്ട് നമ്മൾ. ആൻഡ് സ്റ്റെപ്പ് നമ്മൾ ഇവിടെ നിന്നൊക്കെ സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം ചെയ്ത് ലൈറ്റപ്പ് ചെയ്ത് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. സോ മുകളിലോട്ടൊക്കെ കയറി പോകാനൊക്കെ സിമ്പിളാണ്. സോ ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. സോ ഗൈസ് നമ്മളങ്ങനെ ചെറുതായിട്ടൊന്ന് ലൈറ്റപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. നമ്മളൊന്നിങ്ങനെ പോയി നോക്കണം ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. നമുക്കില്ല സ്പോണർ കാര്യങ്ങളൊക്കെ കിട്ടിയാൽ കൊള്ളായിരുന്നു. നമുക്ക് XP ഫാമൊക്കെ ആവശ്യമുണ്ട്. സോ ഗൈസ് ഞാൻ കുറച്ച് സംഭവങ്ങൾക്കൊക്കെ വേണ്ടി ഇറങ്ങിയപ്പോൾ ഗൈസ് നമ്മൾ മറ്റൊരു ജംഗിൾ ടെമ്പിൾ കണ്ടുപിടിച്ചു. സോ ജംഗിൾ ടെമ്പിൾ മെയിനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൂട്ടാണ്. അവിടെ സ്റ്റിക്കി പിസ്റ്റൺ നമുക്ക് എന്തായാലും 3 കിട്ടും. അതാണൊരു എന്തായാലും കിട്ടുന്ന ഉറപ്പുള്ളൊരു സംഭവം. വേറെ എന്തോ നമുക്ക് അങ്ങനെ കിട്ടണമെന്നില്ല. സോ ഗൈസ് നമ്മളിവിടെ നിന്ന് ലൈറ്റ് വെച്ച് കൊടുക്കും. ഇവിടെ ഒരു ട്രീൻ്റെ അവിടെയുണ്ട്, നല്ല ഡാർക്കാണ് എൻ്റെ ഫ്രണ്ട്. സോ നൈറ്റ് ആവുന്നുണ്ട്. ഞാൻ പിന്നെ ഈ ഒന്ന് ഡേ ആക്കട്ടെ, എന്നിട്ട് നമുക്ക് നേരെ അകത്തോട്ട് പോവാം. സോ ഗൈസ് നൈറ്റ് ആവുന്നില്ല. സോ ഗൈസ് ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് ഫുഡ് എടുത്ത് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ക്രാഫ്റ്റ് ചെയ്യണം. നൈറ്റായി. സോ ഗൈസ് നമുക്കിനി നേരെ ലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഇതൊക്കെ ചെയ്യണം. സോ നമ്മൾ ആദ്യം ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കുകയാണ്. സോ ഗൈസ് നമുക്കിതിൽ നിന്ന് ഒരു പിക്കാക്സ് എടുക്കാം. നമ്മുടെ അയൺ പിക്കാക്സ് എന്തെങ്കിലും നമുക്ക് അയൺ കുറവൊക്കെയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അത് പൊട്ടാനും ആയിട്ടുണ്ട്. സോ നമ്മളെന്തായാലും അയൺ പിക്കാക്സ് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ നേരെ ഈ സ്റ്റോൺ പിക്കാക്സ് വെച്ച് പൊട്ടിക്കുകയാണ്. സോ ഗൈസ് നമ്മളകത്ത് ഇങ്ങനെ ടോർച്ച് വെച്ച് പോയിട്ട് ടോർച്ച് എന്തായാലും നമ്മൾ പൊട്ടിച്ച് തിരിച്ചു കൊണ്ടുവരും. ചിലപ്പോൾ കൊണ്ടുവരും, ബിക്കോസ് നമ്മളെന്തായാലും ഇനി ഈ ഏരിയയിലോട്ടൊന്നും വരത്തില്ല. സോ ഗൈസ് ഇപ്രാവശ്യം ഇത് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല എനിക്ക്, ബിക്കോസ് നമ്മളെന്തായാലും ഒരു പ്രാവശ്യം ലൂട്ട് ചെയ്തതാണ് സംഭവം ഇതൊക്കെ. സോ ഗൈസ് ഈ ഒരു ട്രാപ്പിൻ്റെ താഴെ നമ്മൾ പൊട്ടിച്ചിട്ടാണ് ഫുള്ളായിട്ട്. സോ നമ്മൾ സ്ട്രിങ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഈ ട്രിപ്പ് വേറെ ഹുക്കും കൂടെ എടുക്കരുത്. ക്രാഫ്റ്റ് ചെയ്യാൻ കുറച്ച് സംഭവങ്ങളൊക്കെ വേണം. സോ നമുക്ക് എന്തായാലും കിട്ടിയതെടുക്കാം. ബട്ട് പിന്നെന്തായാലും നമ്മളത് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും, ബിക്കോസ് നമുക്ക് ചെസ്റ്റ് എന്ന സാധനം എടുക്കുമ്പം നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ഗൈസ് ആരോ വന്നിപ്പം പൊട്ടിച്ചപ്പം. സോ അവിടെ മോബ്സ് ഒന്നും ഇല്ല, ഉറപ്പാക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി നമ്മൾ തുറക്കണം ഗൈസ്. ഈ ഒരു ആരോയും കൂടെ കളക്ട് ചെയ്യാം. സോ ഗൈസ് നമുക്ക് കുറച്ച് ഗോൾഡും കുറച്ച് അയണും പിന്നെ ഒരു ഹോസ് ആർമറൊക്കെ കിട്ടിയിട്ടുള്ളൂ. സോ ഗൈസ് നമ്മുടെ എന്താ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കോർഡിനേറ്റ്സ് എടുത്ത് വെച്ചൊന്ന് വീട്ടിലേക്ക് വന്നായിരുന്നു നമ്മുടെ സംഭവങ്ങളൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ. സോ ഗൈസ് അപ്പം നമുക്ക് ഈ ഷിപ്പ് വറക്കുന്ന നമുക്ക് ഡാർക്ക് ഓക്കിൻ്റെ ഫുഡ് കിട്ടിയായിരുന്നു. നമുക്ക് സാപ്ലിംഗ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് ഫോറസ്റ്റും കിട്ടിയിട്ടില്ല. സോ ആ കിട്ടിയ പ്ലാങ്ക്സ് വെച്ച് ഗൈസ് ഞാനൊരു ഡാർക്ക് ഓക്കിൻ്റെ ഡോറാക്കിയിട്ടുണ്ട് ഇവിടെ ഗൈസ്. ഇപ്പോൾ കാണാൻ കുറച്ച് ലുക്ക് ഉണ്ട് തോന്നുന്നു ഗൈസ്. ബട്ട് നമ്മളെന്തായാലും ചിലപ്പോൾ ചേഞ്ച് ചെയ്യും, ബിക്കോസ് നമ്മുടെ വീടിനൊരു സുഖമില്ലാത്ത ഫീൽ ഉണ്ട് അത്. സോ ഗൈസ് ഞാൻ ആദ്യം ചെയ്ത് വെച്ച സംഭവമല്ലായിരുന്നു ഗൈസ്. സോ ആദ്യം നമുക്ക് ഞാൻ ചെറുതായിട്ടൊരു വർക്ക് എടുത്തുനിന്ന് അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഇവിടെ ചെയ്തായിരുന്നു ഓഫ് ക്യാമറ. ബിക്കോസ് നേരത്തെ ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ആവശ്യം വന്ന് ഞാൻ നിർത്തിപ്പോയി. പിന്നെ വന്നപ്പോൾ ഞാൻ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഇവിടെ ചെയ്യുമായിരുന്നു. ബിക്കോസ് നമ്മുടെ കയ്യിൽ സ്റ്റിക്കി പിസ്റ്റൺ 9 നെറ്റ് ഉണ്ടായിരുന്നു. സോ ഞാൻ ഈ ലൈവ് നമ്മുടെ ഈ ഒരു എൻജാനിങ് സെറ്റപ്പ് ഇങ്ങനെ പൊന്തി താന്ന് നിൽക്കുന്ന അങ്ങനത്തെ ഒരു സംഭവം ആക്കിയൊരു ട്രൈ ചെയ്തതാണ്. സോ
സംഭവം ഭയങ്കര സിമ്പിളാണ് ഗൈസ്. നമ്മൾ അതിൻ്റെ താഴെ 9 പിസ്റ്റൺ വെച്ചിട്ട് അത് നമുക്ക് ഫുള്ളായിട്ട് റെഡ് സ്റ്റോൺ വെക്കുക. അതിൻ്റെ എല്ലാം കൂടെ നേരെ കണക്ട് ചെയ്തൊരു ലിവർക്കൊക്കെ പോയി ഇങ്ങോട്ടൊക്കെയാണ് നമ്മളിത് ചെയ്തത്. സോ ഗൈസ് ഞാൻ ചെറുതായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്തായിരുന്നു. മിക്കവാറും നമ്മളത് പൊട്ടിച്ച് കളയും, വേറെ കാര്യം. ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മുടെ 9 പിസ്റ്റണിൻ്റെ അവിടെ നമ്മൾ ഫുള്ളായിട്ട് റെഡ് സ്റ്റോൺ വെച്ച് ചുറ്റും റെഡ് സ്റ്റോൺ വെച്ചതിൻ്റെ ശേഷം അവസാനം ഗൈസ് നിങ്ങൾ ഈ ഒരു കോർണറിൽ കാണുന്ന പോലെ റെഡ് സ്റ്റോൺ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ പൊന്തിച്ച് സ്റ്റെപ്പ് ചെയ്ത് എടുത്തിട്ട് ഒരു ലെവർ വെച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ തന്നെ ലിവറൊക്കെ അപ്പം കുഴപ്പമൊന്നുമില്ല. സോ ഗൈസ് ഞാനിതിങ്ങനെ വെറുതെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കുമായിരുന്നു. സോ ഇനി നമുക്ക് നേരെ നമ്മുടെ വർക്കിലോട്ടൊക്കെ പോവാം. സോ ഗൈസ് ഞാനിവിടെ കുറച്ച് ബുക്സ് കാര്യങ്ങളൊക്കെ വെച്ച് ചെറുതായിട്ടൊരു സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ താൽക്കാലികമാണ് ഗൈസ്, ബിക്കോസ് മുകളിലത്തെ ബുക്ക് ഷെൽഫ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മളിത് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇനി നമ്മൾ ഡയമണ്ടിൻ്റെ ഫുള്ള് ഇതൊക്കെ ചെയ്യാൻ പോകണം. നമ്മുടെ ഇപ്പോൾ ഒരു സ്റ്റാക്കും പിന്നെ ഒരു 28 ഉണ്ട് ഗൈസ് ഡയമണ്ട്. ഈ ഒരു 28 എന്തായാലും ഫുള്ളായിട്ടൊന്ന് ചിലവാകും, ബിക്കോസ് നമുക്ക് ടൂൾസ് അതുപോലെ തന്നെ ഫുൾ ആർമർ എൻചാന്റിംഗ് ടേബിൾ എല്ലാം ചെയ്യാനുള്ളതാണ്. സോ ഗൈസ് നമ്മുടെ ഇൻവെൻട്രി ആകെ മെസ്സായി കണ്ട് കിടക്കുകയാണ്. സോ അതൊക്കെ ഒന്ന് ശരിയാക്കി ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് കാര്യമൊക്കെ തുടങ്ങണം. സോ ഗൈസ് ആദ്യം തന്നെ ഒരു ചെസ്റ്റ് പ്ലേറ്റ് ക്രാഫ്റ്റ് ചെയ്തു, ലെഗിൻസ് ക്രാഫ്റ്റ് ചെയ്തു, ഇതൊക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ ആർമർ ആയിട്ടുണ്ട്. ഇനി ഒരു 4 ബാക്കിയുള്ളൂ ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തായാലും നമുക്ക് മറ്റേ സ്റ്റാക്കിൽ നമുക്ക് എടുക്കേണ്ടി വരും, ബിക്കോസ് ഇനി ഒറ്റൊന്ന് ബാക്കിയുള്ളൂ. നമുക്ക് ഇനിയും 3 വേണം ഗൈസ്. സോ ഗൈസ് ഞാനിപ്പോൾ അതിൽ വെച്ച ഡയമണ്ട് കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങോട്ട് നമുക്ക് തൽക്കാലം വേറെ എന്തെങ്കിലുമൊക്കെ റെഡ് സ്റ്റോൺ വെച്ചിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലം ഞാൻ. സോ ഗൈസ് ഞാൻ ഇനി എന്തായാലും ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യലുണ്ടാവില്ല ഗൈസ്. എനിക്ക് വേറൊരു വലിയൊരു പ്ലാൻ ഉണ്ട്. അതായത് നമുക്ക് ഫുള്ളായിട്ട് നെതറൈറ്റ് സെറ്റപ്പ് അത് ചെയ്യണം. ഇപ്പോൾ അടുത്ത് തന്നെ നമുക്ക് ചെയ്യണം. സോ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ ഒരു നെതറൈറ്റ് വിത്ത് മെൻഡിങ് ബെസ്റ്റ് എൻചാൻമെൻറ്റ് എല്ലാം ഇട്ടിട്ട് നമ്മളിത് യൂസ് ചെയ്യത്തുള്ളൂ. സോ അതിന് വേണ്ടി ഇങ്ങനെ ഇത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരും. സോ ഗൈസ് ഇത് വേറൊന്ന് സെറ്റപ്പ് ഉണ്ട് ഗൈസ്. നമുക്ക് പോസ് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും ഇതിന്. സോ ആദ്യം ഞാൻ ഇതൊക്കെ ഫുള്ളായിട്ട് ഇതിനടിപ്പിച്ചാണ്. സോ ഗൈസ് ഇനി നമ്മൾ നേരെ എൻചാൻറ്റിങ് ചെയ്യാൻ പോവാണ്. സോ ഗൈസ് ഞാൻ എൻചാൻറ്റിങ് ടേബിൾ ഇവിടെ ഓൾറെഡി ഒന്ന് കൊണ്ടുവന്ന് വെച്ചായിരുന്നു നമ്മുടെ കയ്യിലുള്ളത്. സോ അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ 62 ഡയമണ്ട് ഉള്ളു. 2 ഡയമണ്ട് ആ ഫുൾ സ്റ്റാക്കിൽ നിന്ന് എടുത്ത് സോ ഗൈസ് ഞാൻ കുറച്ച് ലാപ്പിസ് കാര്യങ്ങളെല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗൈസ് നമുക്ക് ഫസ്റ്റ് തന്നെ പ്രൊട്ടക്ഷൻ 4 കിട്ടി. ചെസ്റ്റ് പ്ലേറ്റിന് എനിക്ക് പ്രൊട്ടക്ഷൻ 4 അൺബ്രേക്കിംഗ് 3 ആണ് വേണ്ടത്. ഈ ഗൈസ് നമുക്ക് കറക്റ്റ് തന്നെ കിട്ടി. ഇനി മെൻഡിങ്ങും കൂടെ ഇട്ടാൽ പിന്നെ ഇതിന് വേറെ ഒന്നും വേണ്ട ഗൈസ്. ഞാൻ ഉദ്ദേശിച്ചത് അത് എക്സാക്റ്റ് സംഭവം കിട്ടിയിട്ട് നമുക്ക് ഫുള്ള് പ്രൊട്ടക്ഷൻ 4 ഒക്കെ ചെയ്യണം. ചെസ്റ്റ് പ്ലേറ്റും ലെഗിൻസും പ്രൊട്ടക്ഷൻ 4 അൺബ്രേക്കിംഗ് 3 മെൻഡിങ് അത് മാത്രം മതി. ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യണം. സോ നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളെന്തായാലും മെൻഡിങ് വില്ലേജറൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. വില്ലേജസിനെ കൊണ്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ എന്തായാലും ഇനി ഒരുപാട് വരുന്നതായിരിക്കും. സോ ഗൈസ് ഇനി നമ്മളിങ്ങനെ നല്ലതൊക്കെ നോക്കിയെടുക്കുകയാണ്. സ്മൈറ്റ് 4 ഗൈസ് നമുക്ക് സ്വോർഡിന് ഷാർപ്നെസ് 5 ആണ് എനിക്ക് കിട്ടേണ്ടത്. ബട്ട് ഇപ്പോൾ തന്നെ സ്മൈറ്റ് 4 എടുത്ത ഗൈസ് നമുക്ക് ലൂട്ടിങ് 3 കിട്ടി. ബട്ട് സ്മൈറ്റ് 4 അങ്ങനെ ഷാർപ്നെസ് 4 ആണെങ്കിലും പ്രത്യേകിച്ച് കുഴപ്പമില്ലായിരുന്നു. സോ ഇപ്പോൾ തൽക്കാലം തൊട്ടിരിക്കട്ടെ. ലെഗിങ്സിന് പ്രൊജക്റ്റൈൽ പ്രൊട്ടക്ഷൻ ഈസ് ഫുള്ള് ത്രോൺസ് ടു ഗൈസ് അത് നമുക്ക് വേണ്ട. ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ 4 ഇതൊക്കെയാണ് നമുക്കുള്ളത്. ഇപ്പം അൺബ്രേക്കിംഗ് 3 ബോയ്ക്കാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ഗൈസ്. പിന്നെ ബോയിനെ പറ്റി പറയുകയാണെങ്കിൽ ഗൈസ് നമുക്ക് ബോ എന്തായാലും ഗൈസ് അൺബ്രേക്കിംഗ് 3 ഫ്ലെയിം 1 പവർ 4 പഞ്ച് 2 ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്കൊരു പവർ 4ഉം ഇൻഫിനിറ്റിയും കൂടെ കൂടിയിട്ടുള്ള ഒരു ബോയും കൂടെ കിട്ടിയാൽ നമുക്ക് ഇത് രണ്ടും കമ്പൈൻ ചെയ്താൽ ഗൈസ് ബെസ്റ്റ് ബോ തന്നെ നമുക്ക് കിട്ടും. ഞാനത് പറയാൻ വരുന്നത് ബട്ട് നമുക്ക് അപ്പോൾ തന്നെ ഇത്രയും സംഭവങ്ങൾ കിട്ടി. നമുക്കിനി ഒരു പ്രൊട്ടക്ഷൻ 4ഉം ഇൻഫിനിറ്റിയും കിട്ടിയാൽ മതി.
ഞാൻ ബോൻ്റെത് ഫസ്റ്റ് നോക്കുക വെച്ചാൽ ബോ സിമ്പിളാണ്, ബിക്കോസ് ബാക്കിയെല്ലാം നമുക്ക് ഡയമണ്ട് ആർമറൊക്കെ ചിലപ്പോൾ 2-3 വേണ്ടി ചിലപ്പോൾ കമ്പൈൻ ചെയ്യാൻ നമുക്ക് വേണ്ടി വരും. ബട്ട് ഇതാവുമ്പോൾ സ്ട്രിങ്ങും സ്റ്റിക്കും ഉണ്ടെങ്കിൽ നമുക്ക് ഇത്ര ഉണ്ടാക്കാൻ പറ്റും. സോ ഗൈസ് നമ്മളിപ്പോൾ നല്ലൊരു ഇത് നോക്കി നിൽക്കുകയാണ്. പ്രൊട്ടക്ഷൻ 3 ആണ് കിട്ടും ഗൈസ്. പ്രൊട്ടക്ഷൻ 4 ആണെങ്കിൽ നമ്മളെന്തായാലും ഇത് എടുക്കും. സോ ഗൈസ് നമ്മളങ്ങനെ കുറച്ച് എൻജോയിങ് അല്ലെങ്കിൽ നമ്മുടെ ലെവൽ 29 എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ലെഗിൻസ് വെച്ച് ബാക്കിയെല്ലാം ഞാനിങ്ങനെ ചെറുതായിട്ട് എൻജോയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രൊട്ടക്ഷൻ 3 മാത്രമേ ഹെൽമെറ്റ് കിട്ടിയിട്ടുള്ളൂ. ബട്ട് നമ്മുടെ ലെഗിൻസ് അല്ല, ബൂട്ട്സ് സൂപ്പറായിട്ടുണ്ട്. അതായത് നമുക്ക് ഫെദർ ഫാളിങ് 4, അതുപോലെ തന്നെ ഡെപ്ത് സ്ട്രൈഡർ 3, പിന്നെ കിട്ടിയത് പ്രൊട്ടക്ഷൻ 4 ആണ്. അതിന് പകരം പ്രൊട്ടക്ഷൻ 4 കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം ആൾമോസ്റ്റ് ഇത് കംപ്ലീറ്റ് ആയേനെ. സോ ഗൈസ് നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ ഒന്നിട്ട് നോക്കുകയാണ്. എന്താ ഗൈസ് ഇടത്ത് ഗൈസ് അങ്ങനെ നമ്മൾ ഇതിട്ടു. പിന്നെ അതുപോലെ തന്നെ ലെഗിൻസ് ഇട്ടു. ലെഗിൻസ് അല്ല, ബൂട്ട്സ് ഇട്ടു. ഇപ്പോൾ ലെഗിൻസും ഇട്ടു. സോ അപ്പോൾ അവിടെ സോഡും കയ്യിൽ പിടിച്ചിട്ടുണ്ട് ഗൈസ്. സോ പിന്നെ ഇതിൽ ഗൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. അതായത് നമുക്ക് ഈ സെറ്റിങ്സിൽ പോവാതെ തന്നെ നമുക്ക് വ്യൂ മാറ്റുന്നത്, അതായത് 3rd പേഴ്സൺ ആക്കുക, 1st പേഴ്സൺ ആക്കുക, അതൊക്കെ ഈ സെറ്റിങ്സിൽ പോവാതെ തന്നെ എങ്ങനെ ചെയ്യാൻ പറ്റുക നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ബിക്കോസ് ഞാൻ ചില യൂട്യൂബേഴ്സൊക്കെ നമ്മുടെ ഈ ഫോണിൽ കളിക്കുന്ന യൂട്യൂബേഴ്സ്, അതായത് ക്രൂസോ അങ്ങനെയൊക്കെ ചിലർക്ക് ഇത് ചെയ്യുന്നത് കണ്ടിരിക്കണേ. സോ അതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ് പിന്നെ നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്, നമ്മളൊരു സിൽ ടച്ച് ബുക്കുണ്ട്. സോ നമ്മളത് വെച്ചിട്ട് ഒരു സിൽ ടച്ച് പിക്കാക്സ് ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ ഫെദർ ഫാളിങ് 4 സ്മൈറ്റ് 2 180 ഉള്ളത്. അത് നമുക്ക് എന്തായാലും വേണ്ട, ബിക്കോസ് ഇത് പറ്റതാണ് 1 280 ആണ്, അതിൻ്റെ ഒരു ആവശ്യമില്ല. പിന്നെ ഫെദർ ഫാളിങ് 4 നല്ല സംഭവമാണ്. ബട്ട് നമ്മുടെ ബൂട്ട്സിന് ഓൾറെഡി ഫെദർ ഫാളിങ് 4 ഉണ്ട്. സോ ഇനി ആനുവലിൽ നമ്മുടെ അയൺ പിക്കാക്സ് ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊരു അയൺ പിക്കാക്സ് വിത്ത് സിൽ ടച്ച് നമ്മൾ ഇതാക്കി എടുക്കണം. ബട്ട് ആദ്യം അതിനെന്തെങ്കിലും എൻജോയ്മെൻറ്റ് കേസ് ഫോർച്യൂൺ 3 ആണ്. അപ്പോൾ അതെന്തായാലും വേണ്ട, ബിക്കോസ് ഫോർച്യൂൺ 3 സിൽ ടച്ച് ഒരുമിച്ച് പറ്റത്തില്ല. സോ നമ്മൾ നേരെ ഇതൊന്ന് അതിൽ കൊണ്ടുപോയി വെക്കുകയാണ്. യെസ് ഗൈസ് നമുക്ക് അങ്ങനെ സിൽ ടച്ച് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമുക്കൊരു ഐറ്റം ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ട് അതിലിത് പ്ലേസ് ചെയ്യണം. സോ ഗൈസ് ഇപ്പം ഞാൻ പറഞ്ഞാൽ നേരത്തെ ഇത് ഞാനവിടെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉള്ളത്. സോ ഗൈസ് ഞാനിങ്ങനെ ഒരു കുറച്ച് സംഭവങ്ങൾക്ക് വേണ്ടി വന്നതായിരുന്നു. സോ അപ്പം നമുക്ക് ഗൈസ് പാണ്ടനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വെറുതെ ഈ പാണ്ടസിനെയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു ഫെൻസ് കെട്ടി അവിടെ വെക്കാൻ പോവുകയാണ്. സോ എന്തായാലും നമ്മൾ ഈ സീരീസിൽ പിന്നെ നമ്മൾ പാണ്ടാസിനെയൊക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത് വേറെ കാര്യം. ബട്ട് ഇപ്പം നമുക്ക് ഈ പാണ്ടാസിനെ എല്ലാം നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകും. ബിക്കോസ് നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ഗൈസ്, ആരുമില്ല, ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ. സോ നമ്മൾ ആ വീടിൻ്റെ നേരെ മുന്നിലോട്ട് ഇവരെ കൊണ്ടുവരികയാണ്. പിന്നെ ഉള്ളത് പാരറ്റ്സ് ആണ്. അവരെനിക്ക് തീരെ ഇഷ്ടമല്ല ഗൈസ്, ഒരു ഉപകാരമില്ല, ഒന്നുമില്ല. അവിടെ കുറേ ഇങ്ങനെ ഇരിക്കും, ഇടയ്ക്ക് എന്തെങ്കിലും ശബ്ദമൊക്കെ ഉണ്ടാക്കും. ഫസ്റ്റത്തെ നമ്മുടെ പഴയ വേൾഡിൽ നിന്നൊക്കെ ഞാൻ പാരറ്റ്സിനെ കണ്ടപ്പം ഭയങ്കര സംഭവം കണ്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പാരറ്റ്സിനെ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നു, ഒരു ഗ്രീനും ഒരു ബ്ലൂവും. ബട്ട് ഈ സീരീസിൽ നമ്മൾ ജംഗിളിലെ ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട് പാരറ്റ്സ് എല്ലായിടത്തും പാരറ്റ്സാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പാരറ്റ്സ് ഉണ്ടാവും. ഒരുപാടെണ്ണം അറിയാവുന്ന ചത്ത് ഗൈസ് എൻ്റെ ഇന്ന്. ഗൈസ് പാണ്ടസിനെ നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് എൻ്റെ ഒരു മ്യൂസിക് ഡിസ്ക് ഉണ്ടായിരുന്നു. സോ ഞാനിപ്പോൾ ഒരു ജൂക്ക് ബോക്സ് ഉണ്ടാക്കി പാട്ടിട്ടാലോ എന്നൊരു ഇതാണ് ഗൈസ്. പാട്ട് കേൾക്കാൻ രസമായിരിക്കും നമ്മുടെ വീട്ടിൽ പാട്ടൊക്കെ വെച്ചാൽ. സോ ഗൈസ് ഞാൻ കുറച്ച് വുഡെല്ലാം എടുത്തിട്ട് ഇതൊന്ന് ക്രാഫ്റ്റ് ചെയ്യണം. പിന്നെ നമുക്കും പാട്ട് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പാരറ്റ്സും ഡാൻസ് കളിക്കുന്നതാണ് ഞാൻ കേട്ടത്, എനിക്കറിയത്തില്ല. നമുക്കിന്നത് കാണാൻ പറ്റും. ഗൈസ് ഡയമണ്ട് ഷവൽ വേണ്ട, അയൺ ഷവൽ പോലും നമ്മൾ യൂസ് ചെയ്യൽ തുടങ്ങിയിട്ടില്ല, പിന്നെ ഡയമണ്ട്. സോ ഗൈസ് ഇതെവിടെ പ്ലേസ് ചെയ്യും? പിന്നെ ഗൈസ് ഇത് ഫുള്ളായിട്ട് പൊന്തുമ്പോൾ നമ്മുടെ എൻജോയിനിങ് സെറ്റപ്പ് നോർമൽ പോലെ ആവും. അതായത് ആൻവിലിന് കുഴപ്പമില്ലാതെ ചാടും പൊന്തും. അത് ചെറിയ ഹൈറ്റ് ആണ്ട് അങ്ങനെ പൊട്ടാനും പോകുന്നില്ല. സോ ഗൈസ് ഞാൻ വോളിയം ഒന്ന് കൂട്ടി വെക്കുകയാണ്, നമുക്ക് എന്തായാലും മ്യൂസിക് കേൾക്കാൻ. ഞാൻ അങ്ങനെ വോളിയിട്ട് കളിക്കാറില്ല, പൊതുവെ ഇടയ്ക്ക് കളിക്കാറുള്ളൂ. ഹെഡ്സെറ്റൊക്കെ വെച്ച് കളിക്കുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ.
സോ ഗൈസ് നമ്മുടെ കയ്യിലൊരു മ്യൂസിക് ഡിസ്ക് ഉണ്ട് ഗൈസ്. സോ നേരെ അതിൽ കൊണ്ട് പ്ലേസ് ചെയ്യാണ്. വെയിറ്റാണ് ഗൈസ് നമ്മളിട്ടത്. സോ ഗൈസ് സൗണ്ട് കൂട്ടിയിട്ടിട്ട് നമുക്കൊന്നും കേൾക്കുന്നില്ല, സൗണ്ട് ഫുള്ളാണ്. സോ ഗൈസ് നമുക്ക് വേറെ നോയ്സൊക്കെ കേൾക്കുന്നുണ്ട്, ബട്ട് മ്യൂസിക് കേൾക്കുന്നില്ല ഗൈസ്. ഈ ഒരു പാരറ്റിന് അത് കാണാൻ പറ്റും നോക്കാം. സോ ഗൈസ് പിന്നെ നമ്മുടെ ഈ ഒരു എൻജൈനിങ് സെറ്റപ്പ് ഞാൻ കുറച്ച് മാറ്റി. പിന്നെ ഗൈസ് നമ്മുടെ ബോ ഞാനിപ്പം നമുക്ക് ഒരു സെറ്റപ്പ് ബോ ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ ട്രിക്കി എന്ന പേര് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് ഇൻഫിനിറ്റിയും പവർ 4 അങ്ങനെ 3-4 ബോ ഒക്കെ കൂട്ടിയിട്ടാണ് നമുക്ക് ഗൈസ് നമുക്ക് ഈ ഒരു ബോ കിട്ടിയത്. ബട്ട് ഇൻഫിനിറ്റി ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല, അതേ വെറുതെ പറഞ്ഞതാണ്. നമ്മുടെ ഉള്ളത് തന്നെ ഉള്ളൂ, നമുക്ക് ട്രിക്കി ആക്കി. പിന്നെ ഗൈസ് ഈ ഒരു എൻജൈനിങ് സെറ്റപ്പ് നമ്മൾ കിടുവാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഫിനിറ്റിയും പവർ 4ഉം കിട്ടണത് വേറെ കാര്യം. ഇപ്പോൾ നമ്മുടെ എൻജൈനിങ് സെറ്റപ്പ് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ പിസ്റ്റൺ എല്ലാം ഫുള്ളായി നോയിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജൂക്ക് ബോക്സ് അവിടെ അകത്തോട്ട് കയറ്റി വെച്ചു നമ്മൾ. സോ ഇനി എന്തായാലും നമുക്ക് ബോ ഒന്ന് സെറ്റപ്പ് ആക്കണം. എനിക്ക് ആഗ്രഹമുള്ളത് പവർ 4ഉം ഇൻഫിനിറ്റിയാണ്. പിന്നെ ഗൈസ് നമുക്കൊരു ലെതർ വേണം തോന്നുന്നു. പിന്നെ പാണ്ട നമ്മളൊരു കുട്ടീനെ കൊണ്ടുവന്നതൊക്കെ വലുതായിട്ട് നമുക്ക് 3 പാണ്ടയൊക്കെ ഉണ്ട്. പിന്നെ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ നോക്കുന്നില്ല, ബിക്കോസ് നമുക്കിനി എന്തായാലും ഒരു നെതർ പോർട്ടൽ കാര്യങ്ങളും കൂടെ സെറ്റാക്കാനുള്ളതാണ്. ഈ വീഡിയോ നമ്മുടെ നോർമൽ വീഡിയോസിനേക്കാളും കുറച്ച് ലോങ് ആയിരിക്കും, ബിക്കോസ് നമുക്കിതിൽ കുറച്ച് 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പൊതുവേ നമ്മൾ ഓരോന്നാക്കി ചെയ്യുന്ന ഇതാണ് നമ്മൾ ഒറ്റൊന്നാക്കി ചെയ്യുന്നത്. ആൻഡ് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് ചെയ്തുകൊണ്ട് വെറുതെ ടൈം കളയുന്നുണ്ട് ഗൈസ്. അതെനിക്ക് മനസ്സിലാകത്ത്. ഞാൻ നേരെ അതിന് പോകാൻ നിൽക്കുമ്പം എന്തെങ്കിലുമൊക്കെ കണ്ണിൽ പെട്ടുങ്ങാണ്ട് പിന്നെ അത് ചെയ്യാൻ നിൽക്കും. സോ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അതായത് നമുക്ക് നെതർ പോർട്ടൽ ഒരു ഇങ്ങനെ സംഭവം ചെയ്യണമെന്ന്, അതായത് നേരെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ ഒരു സംഭവമായിട്ട് ചെയ്യണമെന്ന്. സോ നമ്മളൊരു ആർട്ടിഫിഷ്യൽ വെള്ളത്തിൻ്റെ ഒരു സംഭവം ചെയ്യാൻ പോകണം ഇവിടെ. സോ നമ്മളതിന് വേണ്ടി ഇങ്ങനെ കുറച്ച് ഡിഗ്ഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. സോ ഇത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു റിവറിൻ്റെ ഒക്കെ മുകളിൽ ഇങ്ങനെ ഉണ്ടാക്കിയതാണെന്നേ തോന്നത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, ഉറപ്പില്ല. അതാണ് എൻ്റെ പ്ലാൻ, അത് നടന്നാൽ കൊള്ളാം. സോ നമ്മളതാണ് ചെയ്യാൻ നോക്കുന്നത്. വലിയൊരു പൂൾ ഇതിൻ്റെ താഴെ ഉണ്ടാക്കിയിട്ട് ഒരു പ്ലാറ്റ്ഫോം, അവിടെ ബെഡ്, പോർട്ടൽ, 1-2 ചെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ചെറിയ സംഭവം. സോ അതാണ് നമ്മുടെ പ്ലാൻ ഗൈസ്. സോ നമുക്ക് സൈസ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇന്ന് പിന്നെ നമ്മൾ എന്തായാലും നെതറിലോട്ട് പോകത്തുണ്ടാവില്ല. നമ്മളൊന്ന് പോയിട്ട് നമ്മൾ എവിടെയാണെന്ന് നോക്കിയിട്ട് അതുപോലെ തിരിച്ചു പോരും. നെതർ എക്സ്പ്ലോറിങ് അതൊന്നും ചെയ്യത്തില്ല, ബിക്കോസ് നമുക്കതിന് ഒന്നാമത്തെ കാര്യം ടൈമില്ല. വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ തന്നെ തോന്നുന്നുണ്ട്. സോ ഗൈസ് ഞാൻ ഇവിടെ ചെറുതായിട്ട് നമ്മുടെ ഡിഗ്ഗിങ് വർക്ക് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ താഴായിട്ട് സംഭവമൊക്കെ ചെയ്ത് ഇനി നമുക്കിതൊന്നും ചെറുതായിട്ട് ടെറഫോം ഒക്കെ ചെയ്തെടുത്ത് കുറച്ച് കാര്യമൊക്കെ ചെയ്യണം. 2 ട്രീസ് പിന്നെ അതിൻ്റെ അകത്തുനിന്ന് വരുന്നുണ്ട്, അത് വേറെ കാര്യം. അത് നമ്മളെന്തായാലും കട്ട് ചെയ്യുന്നില്ല, അത് അവിടെ തന്നെ നിന്നോട്ടെന്ന് കരുതിയൊരു ഭംഗിക്ക്. സോ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി എന്തായാലും ഈ വാളൊക്കെ നമ്മൾ എന്തായാലും ആയിട്ട് നമുക്ക് ഫുള്ള് സെറ്റ് ചെയ്യേണ്ടി വരും. സോ ഗൈസ് നമ്മളിങ്ങനെ 3 ലെയർ ഓഫ് ഡേർട്ട്, പിന്നെ സ്റ്റോണ്, പിന്നെ താഴെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കോബിൾ സ്റ്റോണും ഇതൊക്കെ ആയിട്ടുള്ളൊരു മിക്സ്ചർ താഴെ, അങ്ങനെയൊക്കെയാണ് പ്ലാൻ. ആൻഡ് ഇപ്പം നമ്മൾ ചെറിയൊരു പോണ്ടാണ് ഇതിന് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി എന്തായാലും നമ്മൾ ഈ ഒരു താഴത്തെ ഈ ഒരു വെള്ളത്തിൻ്റെ ഏരിയ നമ്മൾ വലുതാക്കി നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് നമ്മൾ ഈ ഒരു നെതറിൻ്റെ ഇവിടെ തന്നെ നമ്മൾ ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ഇത് വേണ്ടി വരും. സോ ഗൈസ് നമ്മളങ്ങനെ ഇതിൻ്റെ അടിയും കീടുമായിട്ട് ടെറാഫോം ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് വലിയ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയൊന്നുമില്ല. എൻ്റെ ഒരു ഐഡിയക്ക് ഞാനിതങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇതാണ് ഇതിൻ്റെ വേറൊരു ബഗ് ഗൈസ്. നമ്മൾ പൊട്ടിച്ചാൽ ബ്ലോക്ക് അവിടെ ഉണ്ടാവില്ല, ബട്ട് കാണുമ്പോൾ ഗൈസ് അവിടെ ബ്ലോക്ക് ഉണ്ട്. കണ്ടോ, നമ്മൾ തൊടുന്ന ബാക്കി എല്ലാ ബ്ലോക്കും ഇങ്ങനെ ലൈറ്റ് കത്തുന്ന പോലെയാണ്. ബട്ട് ഗൈസ് കണ്ടോ, ഇപ്പുറത്തുള്ള ബ്ലോക്ക് ഓൾറെഡി പൊട്ടിയായിരുന്നു. സോ ഗൈസ് ഞാൻ തൽക്കാലം ഇവിടെ കുറച്ച് ലാവ ഒഴിച്ച് വെക്കുന്നുണ്ട്, ബിക്കോസ് നമ്മൾക്ക് ബക്കറ്റ് ഫില്ല് ചെയ്യാനാണ്. ഞാൻ നേരത്തെ താഴെ പോയപ്പോൾ കുറച്ച് ലാവ കൊണ്ടുവന്നായിരുന്നു, ബിക്കോസ് ലാവ കൊണ്ടാണ് നമുക്ക് വേറൊരു മെയിൻ സംഭവം ചെയ്യാനുള്ളത്. ബിക്കോസ് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ ഡയമണ്ട് പിക്കാക്സ് അവിടെ
യൂസേജ് കുറക്കാൻ വേണ്ടി നമ്മൾ ഒബ്സിഡിയൻ ഫുള്ളായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കലായിരിക്കും. അത് താഴെ പോയി ലാവ കൊണ്ടുവരും, നേരെ വെള്ളത്തേക്ക് ഒഴിക്കും. അങ്ങനെ ഒരു സംഭവം ചെയ്യാനാണ് പ്ലാന്. അത് ടൈം എടുത്താലും നമുക്ക് പിക്കക്സ് എടുത്ത് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. സോ ഗൈസ് നമ്മൾ ഇവിടെ തന്നെ ഇൻഫിനിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ അതിൻ്റെ ഒരു ബ്ലോക്ക് വിട്ടിട്ട് പിന്നെ വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ നടുവത്തെ ബ്ലോക്ക് ഇൻഫിനിറ്റി ബ്ലോക്ക് ആവും. സോ അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. സോ ഗൈസ് നമ്മൾ വെള്ളം നിറക്കുന്നതൊക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് ഗൈസ് നമ്മൾ ഇവിടെ ചെറിയൊരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്ലാറ്റ്ഫോമിൻ്റെ വർക്ക് കഴിഞ്ഞാൽ നേരെ നമ്മൾ അവിടെ നെതർ പോർട്ടൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ എന്തായാലും നിയർലി ഒരു 30 മിനിറ്റ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മൾ നോർമലി 20 മിനിറ്റ്സിൻ്റെ വീഡിയോസാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് ഗൈസ്. സോ ഇപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കുറച്ച് ഭംഗിയിലൊക്കെ ഉണ്ടാക്കാൻ നോക്കുകയാണ് ഗൈസ്. ഞാൻ ഇവിടെ 3 ട്രാപ്പ് ഡോറൊക്കെ വെച്ച് ഭംഗിയാവുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണ്. നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ക്രിയേറ്റീവ് ഒന്നുമല്ല. പിന്നെ ഗൈസ് പോർട്ടിൽ നമ്മൾ 5 വിഡ്ത്തും അതുപോലെ തന്നെ 4, 6 ഹൈറ്റുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ പോർട്ടലിൽ നമ്മൾ നിൽക്കുന്ന ഏരിയ കോർണേഴ്സ് കൂട്ടാതെ നോക്കുകയാണെങ്കിൽ വിഡ്ത്ത് 3ഉം ഹൈറ്റ് 4ഉം ആണ് എൻ്റെ പ്ലാൻ. ബിക്കോസ് കുറച്ച് വലുതാക്കി നമുക്ക് രസത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. നോർമലി നമുക്ക് വിഡ്ത്ത് 2ഉം ഹൈറ്റ് 3ഉം മതി. അപ്പോൾ ഞാൻ കുറച്ച് വലുതാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പിന്നെ അതുമ്പോൾ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് വലുത് വേണം. സോ ഗൈസ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നോക്കുകയാണ്. നമ്മളിവിടെ ഒരു ഫ്ലവർ പോട്ട്, 2 ചെസ്റ്റ്, ബെഡ്, അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് അവസാനം നമ്മളൊരു പോർട്ടൽ ഉണ്ടാക്കും. നമ്മളിനി നേരെ അവിടെ പോവും. നമ്മൾ ഏത് ബയോമിലാണ് നോക്കും അതേപോലെ തന്നെ തിരിച്ചു പോരും. ബിക്കോസ് നമുക്ക് പിന്നെ നമ്മൾ എന്തായാലും നെതർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ പോകും. ബിക്കോസ് നമുക്ക് നെതർ എക്സ്പ്ലോർ ചെയ്തിട്ടൊരു ചെറിയ സംഭവം ഉണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു വേൾഡിൽ നമുക്ക് എന്തായാലും ഡ്രാഗണൊക്കെ കൊല്ലണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്തായാലും നമുക്ക് നെതർ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. സോ അതിന് വേണ്ടി എന്തായാലും നമ്മൾ നെതർ ഫോട്ടോസ് പിന്നെ നമ്മുടെ ഡ്രാഗണിൻ്റെ കാര്യം കഴിഞ്ഞാൽ നമ്മൾ ബാഷനൊക്കെ കണ്ടുപിടിക്കാനൊക്കെ പോകും. സോ എന്തായാലും നമുക്ക് എക്സ്പ്ലോറിങ് അപ്പോൾ ചെയ്യേണ്ടി വരും. സോ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ എക്സ്പ്ലോറിങ് ചെയ്യുന്നില്ല. അപ്പോഴത്തെ വീഡിയോസൊക്കെ ഫുള്ളി ഈ നെതർ എക്സ്പ്ലോറിങ്ങിന് വേണ്ടിയായിരിക്കും. സോ ഗൈസ് പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗൈസ് ഇത് പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും ഗൈസ്. ഇപ്പോൾ നിങ്ങൾ കണ്ട പോലെ തന്നെ ഈ വുഡൊക്കെ ഇപ്പോൾ തന്നെ തീ പിടിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ നോർമൽ ഒബ്സിഡിയൻ കൊണ്ടുവന്ന് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ടൈപ്പ് പ്ലാറ്റ്ഫോം ചെയ്യുക. ഞാൻ വുഡ് കൊണ്ട വുഡ് പ്ലാറ്റ്ഫോമിൽ ലാവ വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, സ്വാഭാവികമായിട്ടും കത്തും. പിന്നെ ഗൈസ് എനിക്കിതിൽ വേണമെന്ന് ആഗ്രഹമുള്ളൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഈ ലാവ ഒരുപാടുണ്ട്. നമ്മളൊരു ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ നമുക്കത് ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. സോ ഗൈസ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഒബ്സിഡിയനെ കൊണ്ട് ഇതൊക്കെ ചെയ്താണ് ഇങ്ങനെ ഫുള്ളാക്കി കൊണ്ടുവരികയാണ്. സോ ഗൈസ് ലാവ നമ്മുടെ ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റൊന്നേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ വെള്ളം നമ്മുടെ ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു പോർട്ടൽ മൊത്തം അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. സോ ഗൈസ് അങ്ങനെ ഒരു ഇതിനില്ല. ഇത് ഒരു ലാവ ബ്ലോക്കിന് ഒറ്റൊരു ഒബ്സിഡിയൻ ബ്ലോക്കേ തരാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ലാവ ഇൻഫിനിറ്റി പൂളും ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തായാലും ലാവ സോഴ്സ് ഉള്ളവിടെയൊക്കെ പോയി നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ മൈനെന്നോ ഏതെങ്കിലും കേവെന്നോ റവിനെന്നോ അല്ലെങ്കിൽ നെതറിൽ പോയിട്ടൊക്കെ ആയിട്ട് കൊണ്ടുവരണം. സോ ഞാൻ ഇത് മൊത്തമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം. സോ ഗൈസ് ഞാൻ ഇവിടെ ഈ ഒരു ഡേർട്ട് വെച്ചാണ് നമ്മളതിൽ ലാവയൊക്കെ കണ്ടെയ്ൻ ചെയ്തത്. സോ ആ ഡേർട്ടൊക്കെ പൊട്ടിച്ചെടുക്കുകയാണ്. നമ്മുടെ ഷവൽ പൊട്ടിപ്പോയി. നമ്മളിപ്പോഴും ടൂൾസൊക്കെ സ്റ്റോൺ തന്നെ യൂസ് ചെയ്യുന്നത്. നമ്മളെന്തായാലും ഒരു അയൺ ഫാമൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും നമുക്ക് വില്ലേജസിനെയൊക്കെ കിട്ടിയാൽ. ബിക്കോസ് ഞാനിപ്പോൾ കണ്ടു വെച്ചിട്ടുള്ള വില്ലേജ് ആണ് നമ്മുടെ സ്പോണിൻ്റെ അടുത്ത്. അതായത് ഇവിടെ നിന്ന് 2000-3000 ബ്ലോക്ക് പോകണം. ബട്ട് അത് ബോട്ടിൽ പോകാനുള്ളതേ ഉള്ളൂ. അത് നമുക്ക് ലാൻഡിൽ കൂടെ പോകണ്ട. അപ്പോൾ സിമ്പിളാണ്, അവർ നേരെ പോയിട്ട് എടുത്ത് കൊണ്ടുവരാം. വേറെ വില്ലേജ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെന്തായാലും അതായിരിക്കും ചെയ്യുക.
ബട്ട് ഗൈസ് നമ്മൾ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ഫുള്ള് ലാൻഡാണ് വെച്ചാൽ യൂസ് ചെയ്യുന്നത്. സോ എന്തായാലും നമുക്ക് ഒരുപാട് അയണൊക്കെ യൂസ് വരും. ഒരു അയൺ ഇങ്കട്ട് വേണം ഒരു ഇതുണ്ടാക്കാൻ. പക്ഷെ ഒരു നഗട്ട് ബാക്കിയാവും. പക്ഷേ ഒറ്റ നഗട്ട് കൊണ്ട് എന്തായാലും നമുക്ക് വേറെ ഉണ്ടാക്കാൻ പറ്റില്ല. 8 എണ്ണം ഇതിന് യൂസാവും. പിന്നെ ഒന്ന് പറഞ്ഞൊരു 10-16 എണ്ണമൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ഒന്നിനുള്ളത് എക്സ്ട്രാ വരും. ഇങ്ങനെ എല്ലാ ഇതിൽ നിന്നും ഓരോന്നിച്ച് വന്നാൽ, അതായത് 8 ലാൻഡാണ് ഉണ്ടാക്കിയാൽ 8 അയൺ ഉണ്ടെങ്കിൽ നമുക്ക് 9 ലാൻഡാണ് ഉണ്ടാക്കാൻ പറ്റും. ബട്ട് 7 ഉണ്ടെങ്കിൽ നമുക്ക് 7 പറ്റുള്ളൂ, 6 ഉണ്ടെങ്കിൽ 6 പറ്റുള്ളൂ. ഇത് 8 എണ്ണം ആകുമ്പം ഓരോന്നും എങ്ങാണ്ട് 8 എണ്ണം നമുക്ക് പിന്നെ ബാക്കി വരുമല്ലോ. ഓരോന്ന് എങ്ങാണ്ട് 8 എണ്ണമാണ് ഒരു ലാൻഡ് തന്നെ വേണ്ടത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഗൈസ് നമ്മളങ്ങനെ വലിയൊരു റിപ്പോർട്ടറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഈ ഒരു കുറച്ച് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ലൈറ്റപ്പ് ചെയ്ത് പോകും. ഗൈസ് നമ്മളങ്ങനെ ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം. നമ്മുടെ കുറച്ച് പാത്ത് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് നമ്മൾ നേരെ ഈ ഒരു പാത്ത് ഫോളോ ചെയ്ത് പോവാണ്. നമ്മൾ ഗൈസ് ഈ ഒരു പാത്ത് ഇങ്ങനെ ഫോളോ ചെയ്ത് ഇങ്ങനെ വന്ന് പിന്നെ അങ്ങോട്ടൊരു വഴി ഉണ്ട്. അത് നമുക്ക് പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. സോ നമ്മളിനി നേരെ ലൈറ്റപ്പ് ചെയ്ത് പോവാണ്. സോ ഗൈസ് നമ്മളങ്ങനെ ലൈറ്റപ്പ് ചെയ്ത് വലിയൊരു പോർട്ടലൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. സോ നമ്മളിനി നേരെ അങ്ങോട്ട് ചാടാൻ പോവാണ് ഗൈസ്. നമുക്ക് ഇപ്പം നമ്മുടെ ഈ കുറച്ച് ഡയമണ്ട് പിക്കാക്സ് ഒക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ നേരെ പോയി ഇതാ വന്നു. സോ ഗൈസ് നമ്മളങ്ങനെ നേരെ പോർട്ടലിൽ ചാടി ഇപ്പം ബിൽഡിംഗ് ടെറിയനൊക്കെ കാട്ടി ഇങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ് നമ്മളങ്ങനെ നേരെ എത്തിയത് ഗൈസ് ഒരു ട്രീയുടെ മുകളിലാണ് നമ്മൾ എത്തിയത്. ഗൈസ് നമ്മൾ ഈ ഒരു റെഡ് ട്രീ ഫോറസ്റ്റിലാണ് എത്തിയത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പേര് ക്രിംസൺ ഫോറസ്റ്റ് എന്ന്. സോ നമ്മളെന്തായാലും നേരെ തിരിച്ചു പോകണം ഗൈസ്. അവിടെ കുറേ എനിമീസൊക്കെ ഉണ്ട് തോന്നുന്നു ഗൈസ്. അവിടെ എന്തൊക്കെ കണ്ടിയാണ് എനിമീസ്. സോ ഗൈസ് നമ്മളങ്ങനെ ഇന്ന് നെതറിൽ പോയി, അതുപോലെ തന്നെ എൻജോയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സോ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മളങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു. ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മളൊരു ഫാം ബിൽഡായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇന്ന് നെതർ പോർട്ടൽ കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ചെയ്തത്. സോ ഗൈസ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ അൻഷിഫ് സൈനിങ് ഔട്ട്.